ഹായ് ഓൾ, ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓംലെറ്റ് ഉണ്ടാക്കുന്നതാണ്. എഗ് ഓംലെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പക്ഷേ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ചും കൂടി സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനാദ്യം എടുക്കേണ്ടത് 2 മുട്ട, ഒരു സവോള, പച്ചമുളക്, അതെല്ലാം കൂടി നന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക, സവോള ചെറുതായിട്ട് നുറുക്കിയിടുക, പച്ചമുളക് ഇടുക, അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതിലാണ് അവിടെ ട്രിക്ക് ഇരിക്കുന്നത്. ഒന്നാമത്തെ ട്രിക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നമ്മൾ തട്ടുകടയിലൊക്കെ ചെയ്യുന്ന ആ ടേസ്റ്റ് കിട്ടും. അതിനുശേഷം ഒരു കുഴിയുള്ളൊരു പാത്രം എടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പച്ചട്ടിയാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ച് വെച്ചിരിക്കുന്ന ഈ മുട്ട അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. പിന്നെ അത് പരത്താനൊന്നും പോകരുത്, അത് അങ്ങനെ തന്നെ സ്ലോ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് വെന്തിട്ട് തോന്നും. ആ സമയത്ത് നമ്മൾ ബാക്കി ഓംലെറ്റ് തിരിച്ചിടുന്ന പോലെ നേരെ തിരിച്ചിടരുത്. ഇതിൻ്റെ സൈഡ് ഭാഗങ്ങൾ മാത്രമായിട്ട് ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് ആക്കി ചെറുതായിട്ട് ഓരോ സൈഡും ആക്കിയിട്ട് നമ്മൾ തിരിച്ചിടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കാൻ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദിഷ്ടമായ ഒരു ഓംലെറ്റ് ഉണ്ടാവും. ഇത് സാധാരണ ഓംലെറ്റ് അല്ല, കുറച്ചും കൂടി ഒരു വ്യത്യാസമുള്ളൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന്. സാധാരണ എല്ലാവർക്കും ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയുന്നതാണ്, പക്ഷേ ഇതിന് ബാക്കി സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓംലെറ്റിനെക്കാട്ടും വേറെ ഒരു ടേസ്റ്റ് വരും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.